മാധു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ഈ ചാനൽ എല്ലാ ദിവസവും ചർച്ച നടത്തുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ ഒരു വിഷയം ചർച്ച ചെയ്തായിരുന്നു പറഞ്ഞിട്ട് ഉണ്ടാവില്ല. പക്ഷേ വിഷയമില്ലാത്തൊരു ദിവസം തന്നാൽ മതി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം കൂടി ഉണ്ടാകണമല്ലോ. കേരളം പോലെ കിടക്കുന്ന ഈ 3.5 കോടി ആളുകൾ താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നമില്ലാത്ത ഒരു ദിവസം അങ്ങനെ ഉണ്ടാവുമോ? പ്രശ്നം ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന 100,000 നല്ല കാര്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഈ കാലത്ത് 26 കാര്യങ്ങളിൽ 1ാം സ്ഥാനത്ത് കേരളമാണെന്ന് പറഞ്ഞു. ഒരു വിഷയം നിങ്ങൾക്ക് ചർച്ചയായില്ല. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താമായിരുന്നു. നമ്മൾ 1ാം സ്ഥാനത്താണെന്ന് സർക്കാരും മന്ത്രിയും അടക്കം എല്ലാവരും പറഞ്ഞു. പക്ഷെ കേന്ദ്രം വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു മാനദണ്ഡമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മാനദണ്ഡമാണ് എന്ന വിവരം കേന്ദ്രമന്ത്രി വന്ന് പറയുന്നത് വരെ സർക്കാരിന് പറയാനുണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് ലഘൂകരിച്ച് ഈ പറയുന്ന അതിലൊരു മാനദണ്ഡം എന്ന നിലയ്ക്ക് വന്നത്. അതുവരെ പറഞ്ഞതും ദേശാഭിമാനി പത്രത്തിൽ മന്ത്രി തന്നെ ലേഖനം എഴുതിയതും എല്ലാം ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്ക് എന്ന് പറഞ്ഞായിരുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നല്ലത് പറയണമെന്നുണ്ട്, പക്ഷെ ലോകത്ത് ഉള്ള കാര്യത്തെ നമുക്ക് അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. പറയുമ്പോൾ ആർക്കെങ്കിലും വേദന തോന്നുകയും ഒളിച്ചു വെക്കാൻ ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ മാഷെ, അതാണ് വാർത്ത എന്നുള്ളതാണ് ജേർണലിസം പഠിക്കുമ്പോൾ പഠിക്കുന്നത്. ബാക്കിയെല്ലാം പരസ്യമാണ് എന്നാണ് പറയുന്നത് മാഷെ. രണ്ടാമത്തേത്, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് മാഷെ സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നത് അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോ നമുക്ക് CCTV വെക്കാം, നമുക്ക് പ്രത്യേക സമിതി രൂപീകരിക്കാം, നമുക്ക് ഇതെല്ലാം ചെയ്യാം. ഭരണപരാജയം എന്ന വാക്ക് ഉച്ചരിച്ച് പോയാൽ അതിന്റെ ഒരു നിമിഷം അതിന്റെ പരിണിത ഫലം എന്താണെന്നും ആക്രമണം എത്രത്തോളമാണ് എന്നും എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഭരണപരാജയത്തിന് എന്ത് ചെയ്യും, എന്ത് പരിഹാരം ചെയ്യും? AI സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് AI ക്യാമറ വെക്കാൻ പറ്റുള്ളൂ ജയിലിൽ. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.